ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ്. നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറഞ്ഞു, വാളിൻ്റെ മെറ്റീരിയൽസും ടൈപ്സൊക്കെ പറഞ്ഞ് നമ്മൾ പ്രൊസീജിയേഴ്സിലോട്ട് കിടക്കുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വാൾ കൺസ്ട്രക്ഷനിലോട്ട് കിടക്കുകയാണ്. സൈറ്റ് പ്രിപ്പറേഷനാണ് ഫസ്റ്റ് പറയുന്നത്. എന്താണ് അത് നമുക്കറിയാം, ആ ഒരു വാളിൻ്റെ ഏരിയ, വാൾ എവിടെയൊക്കെയാണോ വരുന്നത് ആ ഗ്രൗണ്ടിൻ്റെ എല്ലാവിധ എന്താ പറയുക റിമൂവൽസ് ആയിരിക്കും, ഒബ്ജക്ട്സ് അതേപോലെ എന്തൊക്കെ അവിടെ ഉണ്ടാകുന്നോ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് അവിടെ ക്ലീൻ ആക്കിയിട്ട് ആ സൈറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡ് പറഞ്ഞാൽ ഫൗണ്ടേഷൻ കിട്ടും. ഫൗണ്ടേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ആ എക്സ്കവേറ്റ് ചെയ്തിട്ട് എന്താവും അവിടെ ഫൂട്ടിങ് ഉണ്ടാവും. ഫൂട്ടിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്കറിയാം സൂപ്പർ സ്ട്രക്ചറും സബ് സ്ട്രക്ചറൊക്കെ അറിയില്ലേ, അതേപോലെ തന്നെ ആ ഫൗണ്ടേഷൻ കിട്ടും. ഫൗണ്ടേഷൻ കെട്ടിയിട്ട് ഡാം പ്രൂഫിംഗ് ഒക്കെ DBC. ആഫ്റ്റർ ഫൗണ്ടേഷൻ അപ്ലൈ DBC ലെയർ, യൂഷ്വലി ബിറ്റ്മീൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റായിരിക്കും നമ്മൾ കൊടുക്കുക എന്താ പ്ലിന്തിൻ്റെ മുകളിലായിട്ട്. സോ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, 3 സ്റ്റെപ്പ് കഴിഞ്ഞു. എന്തായിരുന്നു, ഫസ്റ്റ് സൈറ്റ് ക്ലിയർ ചെയ്തു, ഫൗണ്ടേഷൻ കെട്ടി, ഡാം പ്രൂഫ് കോഴ്സ് കൊടുത്തു. ഇങ്ങനെ താഴെന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. പിന്നെന്താ, സെറ്റിംഗ് ഔട്ട് ദ വാളിൻ്റെ ഏരിയ, മാസൻസ് ലൈൻ, പ്ലംബോബും അതേപോലെ ആ പ്ലംബോബ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അലൈൻ ചെയ്തിട്ടെടുക്കും. ഡോർസ് വരുന്ന അല്ലെങ്കിൽ വിൻഡോസ് വരുന്ന ഏരിയാസൊക്കെ മാർക്ക് ചെയ്യും. നമുക്ക് ഡ്രോയിങ് ഉണ്ടാവില്ല. ആസ് പെർ ദാറ്റ് ലെയിങ് ദ ഫസ്റ്റ് കോഴ്സ് ഓഫ് ബ്രിക്ക് ഓൾ ബ്ലോക്സ്. നമ്മൾ ഫസ്റ്റ് കോഴ്സ് ആദ്യം നമുക്ക് കണ്ടാൽ അറിയാം, ഒരു ബ്രിക്ക് വർക്ക് അല്ലെങ്കിൽ ഒരു വാൾ വർക്ക് കാണുമ്പോൾ നമുക്കറിയാം, കാണുന്നവർക്ക് അറിയാം. അതേപോലെ കണ്ടിന്യൂ വാൾ കൺസ്ട്രക്ഷൻ കോഴ്സ് ബൈ കോഴ്സിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. പിന്നെ എന്താ ഹൊറിസോണ്ടൽ വെർട്ടിക്കലൊക്കെ വെച്ചിട്ട്. പിന്നെ ഇൻസ്റ്റാൾ ഡോർ ആൻഡ് വിൻഡോസ് ഫ്രെയിംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ ലിൻഡൽ ഇൻസ്റ്റാളേഷൻ, ഇതൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഫ്രം ദ ബോട്ടം തൊട്ടിട്ട് നമ്മളിതിങ്ങനെ പടുത്ത് വരികയാണ്. ലിൻഡൽ ഇൻസ്റ്റാളേഷൻ, ഓപ്പണിങ്സിൻ്റെ ഒക്കെ മുകളിലായിട്ട് ലിൻഡൽ ഉണ്ടാവും. ഈ ഒരു സെക്ഷനോണി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എന്തിലോട്ടാണ് പോവാം, ഈ ഒരു വാൾ കൺസ്ട്രക്ഷനിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും, വാൾ കൺസ്ട്രക്ഷൻ ടു ഡിസൈഡ് ഹൈറ്റ്. എത്ര ഹൈറ്റിലോട്ടാണ് നമ്മൾ വാൾ വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ 3 മീറ്റർ ആയിരിക്കും, 3.5 ആയിരിക്കും. ആസ് പെർ ദ എന്താണോ ഡ്രോയിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് റിക്വയർമെൻറ്റ്, ആ ഒരു ഇതിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുക. ദെൻ ടോപ്പ് ബീം ഓർ റിംഗ് ബീം. ടോപ്പ് ബീം അല്ലെങ്കിൽ റിംഗ് ബീം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, റിംഗ് ബീം ഓർ ടൈ ബീം ഈസ് ഓഫൺ കൺസ്ട്രക്റ്റഡ് ഓൺ ടോപ്പ് ഓഫ് ദ വാൾ ടു ഡിസ്ട്രിബ്യൂട്ട് ലോഡ്സ് ഈസിലി. ഒരു ലോഡ് ഡിസ്ട്രിബ്യൂട്ടിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് റിമൂവ് ഉണ്ടാവും. പിന്നെ ക്യൂറിങ് പറഞ്ഞാൽ അറിയാമല്ലോ, നനച്ച് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ പറയുന്നത് അതിനാണ് നനച്ച് കൊടുക്കുക. അതിൽ 7 to 10 days നമ്മളത് വെറ്റാക്കിയിട്ട് നിർത്തും. വാട്ടർ സ്പ്രേ ചെയ്യും, അല്ലെങ്കിൽ ചാക്കൊക്കെ കെട്ടിയിട്ട് മുകളിലായിട്ട് ലിൻഡലൊക്കെ ചാക്ക് കെട്ടിയിട്ട് നനയ്ക്കുന്ന കണ്ടില്ല. അതൊക്കെ മെത്തേഡാണ്, പല മെത്തേഡുകളുണ്ട്. ദെൻ പ്ലാസ്റ്ററിങ് ആൻഡ് ഫിനിഷിങ്. ഫൈനൽ പ്ലാസ്റ്ററിങ്ങും പിന്നെ ഫിനിഷിങ് എന്താ പെയിൻറ്റിങ് അങ്ങനെ എന്തെല്ലാം കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും, വാളിൻ്റെ കംപ്ലീറ്റ് എന്താക്കും, അത് ഫിനിഷ് ചെയ്യും. സോ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓഫ് കൺസ്ട്രക്ഷനിൽ നമുക്ക് എന്തൊക്കെയാണ്, സൈറ്റ് ക്ലിയറിങ് തൊട്ടിട്ട് പ്ലാസ്റ്ററിങ് ആൻഡ് ഫിനിഷിങ് വരെ വരും. പിന്നെ എന്താണ്, പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ കോട്ടിങ് അടിച്ചിട്ട് അതൊക്കെ ക്ലിയറാക്കി എന്തെങ്കിലും ഫിനിഷേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രൈം കോട്ട് എന്തെങ്കിലും അടിക്കണമെങ്കിൽ അതൊക്കെ അഴിച്ചിട്ട് സെറ്റാക്കി വെക്കും. ദെൻ മെറ്റീരിയൽ ടിപ്പിക്കലി യൂസ്ഡ് എന്തൊക്കെയായിരിക്കും, ബ്രിക്സ് ഓർ കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ട്, സിമെൻറ്റ്, സാൻഡ് മോട്ടർ, അതേപോലെ റിഫോഴ്സ്മെൻറ്റ് മെഷ്, അത് ആവശ്യമുള്ളിടത്ത് DPC മെറ്റീരിയൽ, അതേപോലെ വാട്ടർ ആൻഡ് ക്യൂറിങ് മെറ്റീരിയൽസ് ഉണ്ടാവും. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഒരു വാൾ കൺസ്ട്രക്ഷന് വരുന്ന മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നോർമൽ ബ്രിക്കിൻ്റെ കഴിഞ്ഞു. ഇനി അടുത്തത് AAC, ഓട്ടോക്ലേവ്ഡ് ഗേറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്ക്, ഇതേപോലെ ഡ്രൈ വാൾ പാർട്ടീഷൻ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയറിൽ നോൺ ലോഡ് ബിയറിങ് ജിപ്സം വാൾ. ഈ ഒരു 3 ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ്. ഈ സ്റ്റോണിൻ്റെ ഇതുപോലെ തന്നെയല്ല ഇതും 3 കാരണം നമുക്കറിയാമല്ലോ അതിൻ്റെ ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, ആ മെറ്റീരിയലിൻ്റെ ടൈപ്പ്, അതേപോലെ അതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി, ലോഡ് എടുക്കില്ല, നോൺ ലോഡിങ് ആയിട്ടുള്ള ബ്ലോക്ക് വർക്ക്സ് ആയിരിക്കും. AAC അല്ല കേട്ടോ, ബാക്കിയുള്ള ഡ്രൈ വാൾ പാർട്ടീഷൻ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ നോൺ ലോഡ് ബിയറിങ് ജിപ്സം വാൾ. സോ നമ്മൾ ഫസ്റ്റ് അറിയണം AAC, ബ്ലോക്ക് വാൾ കൺസ്ട്രക്ഷൻ. അതെന്താ വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ആണ്, ഫയർ റെസിസ്റ്റൻ്റ് ആണ്, എനർജി എഫിഷ്യൻ്റ് ആണ്. ദേ ആർ റിക്വയർ തിൻ ജോയിൻ മോട്ടാർ, ഫാസ്റ്ററാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ ഭയങ്കര ഫാസ്റ്ററാണ് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് ബ്ലോക്സ് അത് വളരെ റെയറായിട്ടായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിച്ച് വരുന്നത്. ബട്ട് ഇങ്ങനൊരു ബ്ലോക്ക് ഉണ്ട്. ഇതാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷന് പ്രോസസ്സ് കൊണ്ടുപോകാം. അതേപോലെ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സൈറ്റ് പ്രിപ്പയർ ചെയ്യും. ആൻഡ് മാർക്കിംഗ് ആണ്. സൈറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ക്ലീൻ ചെയ്യുക. സർഫസ് ട്രീറ്റ്മെൻറ്റ്,
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറഞ്ഞല്ലോ, അതിൽ സൈറ്റ് പ്രിപ്പറേഷൻ ആൻഡ് മാർക്കിംഗ് ഉണ്ട്, അതിനുശേഷം സർഫസ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ മിക്സ്ഡ് ഇൻ ജോയിൻറ്റ് മോട്ടാർ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ലൈക്ക് ദ ഫസ്റ്റ് കോഴ്സ് ഇതാണ്. അത് AAC ബ്രിക്കിനാണ് കേട്ടോ. ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. ദെൻ ഫസ്റ്റ് നമ്മൾ സ്റ്റോണിൻ്റെ പറഞ്ഞു, ബ്രിക്ക് ഇതൊക്കെ പറഞ്ഞു. അതിനുശേഷം ബ്രിക്കിൻ്റെ വാളിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു. സെക്കൻഡാണ് എന്ത് പറഞ്ഞത്, AACൻ്റെ. ഇതിൽ സബ്സിക്വൻറ്റ് കോഴ്സായിട്ട് നമ്മൾ എന്താ പറയുക, അതസീവ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആ ഓരോ ബ്ലോക്കാക്കി വെക്കുന്നത്. ഒരു യൂണിഫോം ജോയിൻറ്റ് തിക്നെസ് ഉണ്ടാവും, അത് അപ്രോക്സിമേറ്റ്ലി അറിയണത് 2 to 3 mm ആയിരിക്കും. പിന്നെ ഓപ്പണിങ്സ് ഉണ്ടാവും, അത് ഓപ്പണിങ്സ് അറിയുന്നത് എന്തായിരിക്കും, ഡോഴ്സ്, വിൻഡോസ്, അങ്ങനത്തെ ഫ്രെയിമിങ് പൊസിഷൻസിലൊക്കെ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യും. സാധാരണ നമ്മൾ വർക്ക് പോലെ തന്നെയാണ്. അതേപോലെ പിന്നെ ഓപ്പണിങ്സ്, ഫ്രെയിംസ്, പിന്നെ പറഞ്ഞത് എന്താണ്, ക്യൂറിങ്, സർഫസ് ഫിനിഷ്, ഞാൻ പറഞ്ഞു റീൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. റീൻഫോഴ്സ്മെൻറ്റ് ഇപ്പോൾ മെഷോ അല്ലെങ്കിൽ സ്റ്റീൽ ബാസോ നമ്മൾ യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ ഡ്രൈ വാൾ പാർട്ടീഷനാണ് അടുത്തത് പറയുന്നത്, അല്ലെങ്കിൽ ജിപ്സം ബോർഡ് വിത്ത് മെറ്റൽ സ്റ്റഡ്സ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിമായിട്ട് ക്രിയേറ്റ് ചെയ്യും, ഒരു സ്റ്റഡും ഉണ്ടാവും, ട്രാക്ക് ഉണ്ടാവും. അതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓരോരോ ജിപ്സം ബോർഡ് വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. സൈഡ് മാർക്ക് ചെയ്യും, ഒരു ട്രാക്ക് ഞാൻ പറഞ്ഞില്ലേ, അടിയിലായിട്ട് ഒരു ഗാൽവനൈസ്ഡ് സ്റ്റീലിൻ്റെ ട്രാക്ക് ഇടും, അതിന് മുകളിലായിട്ട് വെർട്ടിക്കൽ സ്റ്റഡ്സ് പ്ലേസ് ചെയ്യും. എന്താ മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സർവീസസ് ഒക്കെ നമ്മൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ഇത് പറയുന്നത് നോൺ ലോഡാണ്. നമ്മൾ ഒരു ലോഡൊന്നും അത്യാവശ്യം അത് എടുക്കുന്നില്ല. ജസ്റ്റ് പാർട്ടീഷൻ, ഒരു വലിയ റൂമുണ്ടെങ്കിൽ ആ റൂമിനെ 2-3 റൂമൊക്കെ ആക്കിയിട്ട് മാറ്റണമെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുക. ജിപ്സം ബോർഡ് പറയണത് വളരെ ഈസിലി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമുക്കതിന് ഇപ്പോൾ സൗണ്ട് പ്രൂഫിങ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ തെർമൽ ഇൻസുലേഷൻ കൊടുക്കണമെങ്കിൽ അതിലൊരു ക്യാവിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും, റോക്ക് വൂളോ അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യും. പിന്നെ ജിപ്സം ബോർഡ് പറയണത് എന്താ പറയുക, ഒരു ഫിക്സ് ജിപ്സം ബോർഡ് അതർ സൈഡ് അതേപോലെ ടാപ്പിംഗ് ആൻഡ് ജോയിൻറ്റ്സ് ഒക്കെ കൊടുക്കും. ഇൻറ്റീരിയർ നോൺ ലോഡ് ബിയറിംഗ് ജിപ്സം ഓർ ടിമ്പർ ഫ്രെയിംഡ് വാള്, ടിമ്പർ അല്ലെങ്കിൽ ജിപ്സം. അത് എന്താ വെച്ചാൽ സെയിം തന്നെയാണ്. ഫ്ലോറിൽ മാർക്ക് ചെയ്യും, എന്താണ് ഫ്ലോറിങ് ആൻഡ് സീലിങ്ങിൽ മാർക്ക് ചെയ്യും, ഫ്രെയിംസ് ഇൻസ്റ്റാൾ ചെയ്യും. എന്താ വെച്ചാൽ പിന്നെ ബ്ലോക്കിങ് ഇൻസ്റ്റാൾ ചെയ്യും. എന്താ വെച്ചാൽ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക്സ് ഈസിലി നമുക്ക് അതിലൂടെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വാൾ ബോർഡ്സ് അറ്റാച്ച് ചെയ്യും, അത് സ്ക്രൂ ഒക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് അത് അറ്റാച്ച് ചെയ്യുക. സാധാ സെയിം ട്രാക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കില്ല, അതേപോലെ തന്നെയാണ്. പിന്നെ എന്താ ചോദിച്ചാൽ ഇതിൽ പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഈസിലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, അത് മനസ്സിലാക്കാം. പിന്നെ ജോയിൻറ്റ്സ് ഫിനിഷിംഗ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ജോയിൻറ്റിൽ ഫിനിഷിംഗ് ഉണ്ടാവും, ആ ഫിനിഷിംഗ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതിൽ ലോഡ് ബിയറിങ്ങിൻ്റെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ AAC ബ്ലോക്ക് വാൾ, ഡ്രൈ വാൾ പാർട്ടീഷൻ, ജിപ്സം വാൾ പാർട്ടീഷൻ തമ്മിലുള്ള ലോഡ് ബിയറിങ്ങിൻ്റെ നമുക്ക് ഓൾറെഡി അറിയാം. ഡ്രൈ വാൾ പാർട്ടീഷൻ അല്ലെങ്കിൽ ജിപ്സം ബോൾ പാർട്ടീഷൻ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, ലോഡ് എടുക്കില്ല. പിന്നെ സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഡ്രൈ വാൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ്ലി നമുക്ക് കൺസ്ട്രക്ട് ചെയ്തിട്ട് അങ്ങനത്തെ കുറച്ച് കമ്പാരിസനാണ് അതിൽ കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇൻസുലേഷൻ കപ്പാസിറ്റി, അതേപോലെ ഫിനിഷിംഗ് സർഫസ്, ആ ഒരു കാറ്റഗറിയാണ് ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ ഞാനതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം.